നമസ്കാരം. കേരളത്തിൽ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നുവെന്ന്. അവരുടെ സാധ്യത വിലയിരുത്തിക്കഴിഞ്ഞത് പ്രകാരം LDFൻ്റെ ഗ്രൗണ്ട് റിപ്പോർട്ട് പുറത്തു വന്നത് ഇപ്രകാരമായിരുന്നു. അതിൽ പറയുന്നത് 5 സീറ്റ് ഉറപ്പായും ലഭിക്കുമെന്നാണ്. അതോടൊപ്പം പോളിംഗ് ശതമാനം കുറഞ്ഞത് കാരണം CPMനും ഇടതുപക്ഷത്തിനും പ്രതീക്ഷയേകുന്നത് 10 സീറ്റിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയും അവർ കാണുന്നുണ്ട്. അതേ കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ ഇന്ന് UDFൻ്റെ കണക്കുകളും സൂചിപ്പിക്കുന്നത്. UDFൻ്റെ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം 16 മുതൽ 20 സീറ്റ് വരെ അവർ നേടുമെന്നാണ് പറയുന്നത്. എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് LDF തരംഗം ഉണ്ടാക്കുമെന്ന ഭയവും UDFനുണ്ട്. രാഹുൽ ഗാന്ധി ഫാക്ടർ ഇക്കുറി ഇല്ല എന്നുള്ളതാണ് UDF കണ്ടെത്തൽ. അതിനുള്ള കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ 7% പോളിംഗാണ് വയനാട്ടിൽ കുറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം CPI ദേശീയ നേതാവ് തന്നെ മത്സരത്തിന് ഇറങ്ങിയതും രാഹുലിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കുമെന്ന പേടിയും UDFനുണ്ട്. എന്നാൽ വിചിത്രമായ UDFൻ്റെ കണ്ടെത്തൽ അവർ ജയിക്കാൻ സാധ്യതയുള്ള 16 മണ്ഡലങ്ങളിൽ 2 CPM വിജയം ഉറപ്പിച്ച മണ്ഡലങ്ങളാണ്. അത് വടകരയും ആലത്തൂരുമാണ്. ഈ 2 മണ്ഡലങ്ങളും UDF കണക്കുകൂട്ടൽ പ്രകാരം UDFനോടൊപ്പമാണ്. എന്നാൽ അവർ പേടിക്കുന്ന മറ്റൊരു മണ്ഡലം കണ്ണൂരാണ്. കണ്ണൂരിൽ UDFന് വലിയ ആശങ്കകളുണ്ട്. അതിനുള്ള കാരണം CPM ഭൂരിപക്ഷ പ്രദേശമായ മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം കൂടുകയും എന്നാൽ കോൺഗ്രസിന് മേൽക്കെയുള്ള മണ്ഡലങ്ങളായ കണ്ണൂർ, ഇരിക്കൂർ എന്നിവിടങ്ങളിൽ പോളിംഗ് കുറഞ്ഞതും KPCC പ്രസിഡന്റ് സുധാകരൻ മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ UDFന് ഭയമുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഒരു പക്ഷേ LDFന് വിജയസാധ്യതയും ഇവർ കണക്ക് കൂട്ടുന്നു. BJPയുടെ കണക്കുകൾ പ്രകാരം നരേന്ദ്രമോദി 2 അക്കം കടക്കുമെന്ന് പറഞ്ഞെങ്കിലും അവസാന കണക്കെടുപ്പിൽ തൃശ്ശൂർ മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് ശക്തമായ മത്സരം കാഴ്ചവെച്ചെങ്കിലും കടലോര മേഖലകളിൽ പോളിംഗ് ശതമാനം കൂടിയതും എന്നാൽ BJPക്ക് സ്വാധീനമുള്ള നഗരപ്രദേശങ്ങളിൽ പോളിംഗ് കുറഞ്ഞതും തിരിച്ചടിയാണെന്നാണ് BJPയുടെ വിലയിരുത്തൽ. തീരദേശ മേഖലയിലെ പോളിംഗ് ശതമാനം കൂടിയത് LDFനോ UDFനോ ഗുണം ചെയ്തേക്കാമെന്നും BJP കരുതുന്നു. BJPയുടെ കണക്ക് പ്രകാരം 1 മുതൽ 2 സീറ്റുകൾ വരെയാണ് അവർ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഉറച്ചു വിശ്വസിക്കുന്നത് തൃശ്ശൂരാണ്. UDF പ്രതീക്ഷിക്കുന്നത് 16 മുതൽ 20 സീറ്റുകളും LDF പ്രതീക്ഷിക്കുന്നത് 6 മുതൽ 11 സീറ്റുകളും വരെയാണ്. അതോടൊപ്പം BJP 1 മുതൽ 2 സീറ്റുകൾ വരെയും. പെട്ടിയിലായ വോട്ടുകൾ ആരെ തുണയ്ക്കുമെന്നറിയുവാൻ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു.